ഇവിടെ ഇന്ന് വന്ന ഒരു വാർത്ത ഏറ്റവും സ്വാഗതാർഹമായൊരു കാര്യമാണ്. അത് ഏക സിവിൽ കോഡിനെക്കുറിച്ച് ക്രൈസ്തവ സഭയുടെ സത്യദീപത്തിൻ്റെ ഒരു പ്രതികരണം വരികയുണ്ടായി. അത് മുസ്ലിമിനെതിരെയുള്ളത് മാത്രമല്ല, എല്ലാ വിഭാഗങ്ങൾക്കുമെതിരെയുള്ള ഒന്നാണ്. നമ്മുടെ രാജ്യത്ത് വിവിധ രൂപത്തിലുള്ള ശൈലികൾ, സമ്പ്രദായങ്ങൾ, രീതികൾ തുറന്നു വരുന്നുണ്ട്. വിവാഹത്തിലും വിവാഹമോചനത്തിലും മറ്റു കാര്യങ്ങളിലും എല്ലാം പല രീതിയിലുള്ള വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാഷ്ട്രമാണ് നമ്മുടേത്. അത് മുഴുവൻ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഏക സിവിൽ കോഡിലൂടെ വരുന്നത് എന്ന് സത്യദീപം ശരിയായ രീതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ മാത്രമല്ല, എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒന്നായി RSS മാറുന്നു എന്നത് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞു എന്നതാണ് ആ സത്യദീപത്തിൻ്റെ പ്രതികരണം വ്യക്തമാക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി പറഞ്ഞൊരു കാര്യം, നമ്മുടെ അയൽപക്കമായ പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇവിടുത്തെ കുടിയേറിയ ആളുകൾക്ക് പൗരത്വം നൽകുന്നതിനെക്കുറിച്ചാണ്. സാധാരണ അഭയാർത്ഥികളായി രാജ്യത്തെത്തിയ, ദീർഘകാലം അത്തരമൊരു രാജ്യത്ത് കഴിയുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന രീതി വിവിധ രാജ്യങ്ങൾ സ്വീകരിക്കാറുണ്ട്. ആ പൗരത്വം എവിടെയും ഇന്നത്തെ ലോകത്ത് മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാറില്ല. പക്ഷേ ഇവിടെ RSS നയം നടപ്പാക്കുന്നതിന് ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് വന്ന അഭയാർത്ഥികളിൽപ്പെട്ടവരെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ചാണ് പൗരത്വം നൽകുക എന്ന് പറഞ്ഞു. അങ്ങനെ 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അതിൽ ഹിന്ദുക്കളുണ്ട്, ജൈനരുണ്ട്, സിഖുകാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പാഴ്സികളുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ മുസ്ലിം ഇല്ല. തീർത്തും ഒഴിവാക്കി വെക്കേണ്ട വിഭാഗമായാണ് മുസ്ലിം അടക്കമുള്ളവരെ കേന്ദ്ര സർക്കാർ കണ്ടത്. 2019 മോദി സർക്കാർ ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതി പാസാക്കുന്നത്. നാം കാണേണ്ടത് ഓരോ രാജ്യത്തിലും ആ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ അവിടെയുള്ള പ്രശ്നങ്ങളിലെ മേലെ രാജ്യം വിട്ട് അഭയാർത്ഥികളായി വരുന്ന അവസ്ഥ പലയിടങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ അഹമ്മദീയ മുസ്ലിങ്ങളുണ്ട്, അവരവിടുത്തെ ന്യൂനപക്ഷമാണ്. അഫ്ഗാനിസ്ഥാനിൽ ഹസാര വിഭാഗക്കാരുണ്ട്, മ്യാൻമറിൽ റോഹിംഗ്യകളുണ്ട്, ശ്രീലങ്കയിൽ തമിഴ് വംശജരുണ്ട്. എന്നാൽ ഇത്തരം ആളുകൾക്കൊന്നും ഈ പറയുന്ന പൗരത്വം നൽകാൻ ഈ നിയമം അനുവദിക്കുന്നില്ല. അവരെയെല്ലാം ഇതിന് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല, റോഹിംഗ്യൻ അഭയാർത്ഥികൾ നമ്മുടെ രാജ്യത്തുള്ളവരെ ഈ രാജ്യം വിട്ടുപോകാൻ, നാടുകടത്താൻ സുപ്രീം കോടതിയെ കേന്ദ്ര ഗവൺമെൻറ്
സമീപിച്ച വാർത്തകളും നമുക്ക് കാണാൻ കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറിയ മുസ്ലിങ്ങളുണ്ട് ഈ പറയുന്ന പലയിടങ്ങളിൽ നിന്നായി. ആ മുസ്ലിങ്ങളുടെ പൗരത്വം നിയമവിരുദ്ധമാക്കണം. അതാണ് പൗരത്വ നിയമ ഭേദഗതിയുടെ യഥാർത്ഥ ലക്ഷ്യമായി വന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ മൂല്യങ്ങളുടെയും ലംഘനമാണ്. തീർത്തും ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ്. നാം കാണേണ്ട കാര്യം, ലോകത്ത് ഒരു രാജ്യവും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നില്ല. അതാണ് എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കുന്ന നില എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് 1919 ഇത്തരമൊരു നിയമം ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണം ലോകരംഗത്തുണ്ടായത്. ഐക്യരാഷ്ട്രസഭ തന്നെ ശക്തമായി അതിനെതിരെ പ്രതികരിച്ചു. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ശക്തമായി പ്രതികരിച്ചു. ഇവിടെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അമേരിക്ക എന്നാണല്ലോ ഇന്ത്യ പറയാറ്. അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കിയല്ലേ ഇന്ത്യയെ മാറ്റിയിട്ടുള്ളത്. പക്ഷേ ആ അമേരിക്ക ശക്തമായി അപലപിച്ചു, ചൈന അപലപിച്ചു. നമ്മുടെ ലോകത്തെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇതിനെ അപലപിക്കുന്ന നിലയുണ്ടായി. ഒരുപാട് രാജ്യങ്ങൾ ഇത് ശരിയല്ല എന്ന് പറയുന്ന, തുറന്ന് ഇന്ത്യയെ വിമർശിക്കുന്ന നിലയെടുത്തു. ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ നാണം കെട്ടു. ലോകത്ത് ഇത്തരമൊരു നടപടിയിലൂടെ ഇന്ത്യ തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി. മാത്രമല്ല, ലോകത്തിലെ പല നഗരങ്ങളിൽ ഈ കാര്യങ്ങൾക്കെതിരെയുള്ള ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്ന് മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കാനുള്ള നീക്കത്തിനെതിരെ വൻപിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ബോസ്റ്റൺ പോലുള്ള നഗരങ്ങളിൽ, ചിക്കാഗോ, ഹേഗ്, അങ്ങനെ ലോകത്തിലെ പ്രസിദ്ധമായ വിവിധ നഗരങ്ങളിൽ വൻപിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ ഈ കാര്യത്തിൽ നടക്കുകയുണ്ടായി. നാം എത്രമാത്രം അപമാനിക്കപ്പെട്ടു എന്നാണ് കാണേണ്ടത്. പക്ഷേ ഒരു കുലുക്കവും കേന്ദ്ര ഗവൺമെൻറ്റില്ല. കാരണം ഇത് RSSൻ്റെ നയമാണ്. ആ നയം നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഞങ്ങളെന്ന നിലക്കാണ് തുടരുന്നത്.